കാറ്ററിംഗ് സർവീസ് മേഖലയിൽ 15 വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം. നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളുമുണ്ട് കൂടെ. വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്വത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു. വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം. വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി. ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ്, പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ. ഫോൺ 9496324011 9400143333. ഹാപ്പി മെനു ഫോർ ഹാപ്പി ഫാമിലി. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. ആരോഗ്യം, വെറ്റിനറി, പോലീസ്, റവന്യൂ, രജിസ്ട്രേഷൻ, സിവിൽ സപ്ലൈസ്, KSCB, ഫുഡ് ആൻഡ് സേഫ്റ്റി, ജലസേചനം, മൈനർ ഇറിഗേഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സൈസ്, ജോയിന്റ് RTO തുടങ്ങിയ അജണ്ടകൾ ചർച്ചയ്ക്കെടുത്തു. ആശുപത്രി, ആംബുലൻസ് രോഗികളുടെ ആവശ്യാനുസരണം ആശുപത്രി അധികൃതർ വിട്ടുനൽകാതിരിക്കുന്നതായി MP പ്രതിനിധി ശ്രീവത്സൻ ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ മരണം സ്ഥിരീകരിച്ചാൽ ആശുപത്രി അധികാരികൾ പോലീസിനെ ധരിപ്പിക്കുകയും പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശം നൽകുന്നതായും ആക്ഷേപം ഉയർന്നു. വീട്ടിലെ കിടപ്പ് രോഗികളുടെ മരണത്തിനും പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടുന്നതായി IUML പ്രതിനിധി PMA ജലീൽ ഉന്നയിച്ചു. ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് പുറത്തേക്ക് എഴുതുന്ന പ്രിസ്ക്രിപ്ഷനിൽ കണ്ടന്റ് എഴുതാതെ കമ്പനി പേര് മാത്രം എഴുതുന്നത് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭിക്കാനുള്ള സാധ്യത കുറയുന്നതായും പനമണ്ണ PHCയിലെ ലാബ് സൗകര്യം നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്നും ENT ഡോക്ടറുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാകുന്നില്ല എന്നും കേരള കോൺഗ്രസ് M പ്രതിനിധി V ജയരാജ് ഉന്നയിച്ചു. കണ്ടന്റുമായി ബന്ധപ്പെട്ട വിഷയം നാളെ നടക്കുന്ന ഡോക്ടർമാരുടെ യോഗത്തിൽ അവതരിപ്പിക്കാമെന്ന് സെക്രട്ടറി മറുപടി പറഞ്ഞു. ABC പ്രോഗ്രാം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടത്തണമെന്നിരിക്കെ പല ബ്ലോക്കിലും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യം ഇല്ലാത്തതിനാൽ ഒറ്റപ്പാലം മൃഗാശുപത്രിയിലാണ് വന്ധീകരണ ശസ്ത്രക്രിയ നടത്തുന്നത്. വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ തെരുവു നായ്ക്കളെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ തന്നെ തുറന്നുവിടുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വിമർശിച്ചു. ഭൂമി തരംതിരിക്കുന്ന അപേക്ഷകൾ നൽകിയ ശേഷം ജനങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകൾ കയറിയിറങ്ങി ബുദ്ധിമുട്ടുന്നതായും വിജയരാജ് ഉന്നയിച്ചു. ലേണിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഒറ്റപ്പാലം ജൂനിയർ RTO ഓഫീസിൽ ഇല്ലാത്തതു കാരണം നൂറുകണക്കിന് ലേണേഴ്സ് വിദ്യാർത്ഥികൾ വലയുന്നതായും 4 MVI ഉള്ളതിൽ 2 ഉദ്യോഗസ്ഥർ സ്ഥിരമായി ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിലായതിനാൽ മറ്റ് 2 ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചുകൊണ്ടാണ് ഓഫീസ് പ്രവർത്തനം നടത്തുന്നതെന്നും ഒരു ദിവസം 50 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകേണ്ട സ്ഥലത്ത് 100-ലധികം വാഹനങ്ങൾ എത്തിച്ചേരുന്നതും സ്ലോട്ട് കിട്ടാത്ത വാഹനങ്ങൾക്ക് ഏജന്റുമാർ മുഖേനയുള്ള ഇടപെടലിലൂടെ ഫിറ്റ്നസ് നൽകുന്നതായും ഏജന്റുമാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് മൂലം സാധാരണക്കാർക്ക് RTO ഓഫീസിലെ സേവനങ്ങൾ ലഭിക്കാതായതായും കേരള കോൺഗ്രസ് M പ്രതിനിധി ആക്ഷേപം ഉന്നയിച്ചു. യോഗത്തിൽ കൺവീനർ തഹസിൽദാർ മജീദ്, ഡെപ്യൂട്ടി തഹസിൽദാർ സന്ദീപ് തുടങ്ങി മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വകുപ്പുതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. താലൂക്ക് വികസന സമിതിയിൽ ജനങ്ങളുമായി നേരിടുന്ന പ്രശ്നങ്ങൾ ആ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ ഹാജരാകുന്നില്ല. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് വികസന സമിതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഏറ്റവും അവസാനമാണ് താലൂക്ക് വികസന സമിതിയിൽ എത്തിച്ചേർന്നത്. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊന്നും ആരും തന്നെ വന്നിട്ടില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ചർച്ചയ്ക്കൊന്നും തന്നെ മറുപടി കിട്ടിയിട്ടില്ല. കേരള കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മൾ ആരോഗ്യവകുപ്പിൽ ഉന്നയിച്ചത് മരുന്നിൻ്റെ കണ്ടന്റ് എഴുതാതെ കമ്പനി പേര് മാത്രമാണ് ഡോക്ടർമാർ പുറത്തേക്ക് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ജനൌഷധി വിൽപ്പനശാലയിൽ പല മരുന്നുകളും വില കുറച്ച് കിട്ടുന്ന സമയമാണ്. അപ്പോൾ അത് രോഗികൾക്ക് വില കുറഞ്ഞ മരുന്ന് കിട്ടുന്ന ഒരു സൗകര്യം ഇല്ലാതാക്കണമെന്നുള്ളതാണ്.